കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP തേർഡ് സെമിസ്റ്റർ BCom സ്റ്റുഡൻസിൻ്റെ ബിസിനസ് റെഗുലേഷൻസ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1 to 5 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കുട്ടികൾക്ക് അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 6 ഫ്രീ കൺസെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്റർ തൊട്ട് പറയുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഒരു കോൺട്രാക്റ്റിന് വേണ്ട എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു എലമെൻ്റാണ് ഫ്രീ കൺസെൻ്റ് എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായിട്ടുള്ള സമ്മതം. നമ്മളൊരു കോൺട്രാക്റ്റിൽ ഒരു വ്യക്തിനെ നമ്മൾ ഏർപ്പെടുത്തുന്ന സമയത്ത് അയാളെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ ഒന്നും നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താൻ പറ്റില്ല. ആളുടെ പൂർണ്ണമായിട്ടുള്ള സമ്മതം വേണം. ഈ ഒരു ഫ്രീ കൺസെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ നമ്മൾ കോൺട്രാക്റ്റ് എന്ന് വിളിക്കില്ല. സോ സെക്ഷൻ 13 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം കൺസെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: 2 or more persons are set to consent when they agree upon the same thing in the same sense. അപ്പോൾ ഈ ഒരു ലൈനാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 വ്യക്തികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഫ്രീ കൺസെൻറ്റ് ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഈ സബ്ജക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏത് ടോപ്പിക്ക് ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാം. ആൾക്കാരുടെ പേരുകൾ വെച്ച് എക്സാമ്പിൾ എഴുതാം. ഇപ്പോൾ 2 പേരുണ്ടെന്ന് വിചാരിക്കുക, അപ്പുവും അതേപോലെ തന്നെ അനു. അപ്പോൾ ഇത് ഞാൻ മുന്നത്തെ ചാപ്റ്ററിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പുവിന് 2 വീടുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു വീട് തൃശ്ശൂരാണ്, അടുത്തുള്ള വീട് മലപ്പുറത്താണ് അടുത്ത വീട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 2 വീടാണ് അപ്പുവിനുള്ളത്. അപ്പോൾ അപ്പു അനുവിൻ്റെ അടുത്ത് പറയാണ് എൻ്റെ ഒരു വീട് വിൽക്കാനുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അനുവിൻ്റെ മനസ്സിൽ പോയത് മലപ്പുറത്തുള്ള വീടിനെ കുറിച്ചാണ്. പക്ഷെ ആക്ച്വലി അപ്പു വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂരുള്ള വീടിനെ കുറിച്ചാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് അപ്പു പറഞ്ഞിട്ടില്ല. അനു മനസ്സിലാക്കിയതോ മലപ്പുറത്തുള്ള വീടിനെ കുറിച്ചാണ് അനു മനസ്സിലാക്കിയത്. അങ്ങനെ അനു എഗ്രി ചെയ്യാണ്, ശരി നിൻ്റെ വീട് ഇത്ര ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങാമെന്ന് അനു എഗ്രി ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരേ കാര്യം ഒരേ രീതിയിലല്ല പാർട്ടീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ഓഫർ മുന്നോട്ടേക്ക് വെക്കുന്ന അപ്പുവിനെ നമ്മൾ പ്രോമിസർ എന്നാണ് പറയുക. അപ്പോൾ അപ്പു വിചാരിച്ചത് തൃശ്ശൂരുള്ള വീടും ദെൻ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് അനു ആണ്. അനുവിനെ നമ്മൾ പ്രോമിസി എന്നാണ് പറയുക. അപ്പോൾ അനു വിചാരിച്ചത് മലപ്പുറത്തുള്ള വീടും. അപ്പോൾ 2 കൂട്ടരും ഒരേ രീതിയിലല്ല ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിലും നമുക്ക് അങ്ങനെ ഒരു സമ്മതമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം തൃശ്ശൂരുള്ള വീടിന് വേണ്ടിയിട്ടല്ല അനു സമ്മതം പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനെയാണ് ഇങ്ങനെയല്ലാതെ പൂർണ്ണമായിട്ടും 2 കൂട്ടരും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുക. അഗ്രി അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. ഇനി നമ്മൾ അതിൽ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 14 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട് കൺസെൻറ്റ് ഈസ് സെഡ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ. അതായത് താഴെ നമ്മൾ 5 കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പോവാണ്. ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ കോൺട്രാക്റ്റിൽ ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ കൺസെൻറ്റ് ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 1 by 1 ആയിട്ട് നമുക്ക് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം, ഇതെല്ലാം കൂടി നമുക്ക് എസ്സേക്ക് ചോദിക്കാം, ഇതിൽ 1 by 1 ആയിട്ട് നമുക്ക് 2 മാർക്കിന് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് കൊഹഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ്. രണ്ടാമത്തത് അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മൂന്നാമത്തത് ഫ്രോഡ്, നാലാമത്തത് മിസ്റെപ്രസെൻറ്റേഷൻ, അഞ്ചാമത്തത് മിസ്റ്റേക്ക്. അപ്പോൾ ഇതിലേതെങ്കിലും നമ്മുടെ കോൺട്രാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കൺസെൻറ്റ് ഇല്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ കൊഹഷൻ എന്താണെന്ന് നോക്കാം. വെൻ കൺസെൻറ്റ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ കൊഹഷൻ ദ കൺസെൻറ്റ് ഇസ് നോട്ട് ഫ്രീ. അതായത് ഈ സമ്മതം ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആൾ സമ്മതം പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കൊഹഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൺസെൻറ്റ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് കൊഹഷൻ എന്നുള്ളത് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെൻ എ പേഴ്സൺ ഈസ് കമ്പൽഡ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ബൈ ദ യൂസ് ഓഫ് ഫോഴ്സ് ബൈ ദി അതർ പാർട്ടി ഓർ അണ്ടർ ത്രെറ്റ്. അതായത് നമ്മൾ ഒരാളെ പേടിപ്പിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒക്കെ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പറയും എൻ്റെ കാറ് നീ വാങ്ങണം, ഇല്ലെങ്കിൽ നിൻ്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കും. ഇതാളെ പേടിപ്പിച്ചിട്ടാണ് നമ്മൾ ആ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ആക്കിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൊഹഷൻ എന്ന് പറയുക. ഒരാളെ കമ്പൽ ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവുകയാണെങ്കിൽ അപ്പോൾ ഇത് കൊഹഷൻ ഉണ്ടെങ്കിൽ കൺസെൻറ്റ് ഇസ് നോട്ട് ഫ്രീ എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ അത് കൺസെൻറ്റ് മീൻസ് കൊഹഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം തെറ്റാണ്, അൺലോഫുൾ ആണ് എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി കൊഹഷൻ വന്നാൽ എന്താണ് ആ കോൺട്രാക്റ്റിന് സംഭവിക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊഹഷൻ വന്നാൽ എന്തായി? വോയിഡബിൾ കോൺട്രാക്റ്റ് ആയി. നമുക്കിനി അത് കോർട്ടുമായിട്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് വോയിഡബിൾ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ ആ കൈയും കാലും തല്ലി ഓടിക്കാമെന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടല്ലോ, അതായത് അതിൻ്റെ പ്രോമിസ് പറയുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഇങ്ങനെ ഇവർ പറഞ്ഞാലും എനിക്കത് പ്രശ്നമില്ല എന്ന് കോടതിയിൽ പറയുകയാണെങ്കിൽ പിന്നെ അത് വാലിഡായി, ആ കോൺട്രാക്റ്റ് വാലിഡായി. ഇനി അടുത്തത് നമുക്ക് 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഈ 5 എണ്ണത്തിൽ ഉൾപ്പെടാത്തതാണ്, ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഡ്യൂറസ് എന്നാണ് ഇതിനെ പറയുന്നത്. സോ ഡ്യൂറസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇക്വാലന്റ് ടേം ടു കൊഹഷൻ ആസ് പെർ ഇംഗ്ലീഷ് ലോ. ഇംഗ്ലീഷ് ലോ പ്രകാരം നമ്മുടെ കൊഹഷന് ഈക്വൽ ആയിട്ടുള്ള ഒരു വേർഡാണ് ഡ്യൂറസ്. മീനിങ് ഒക്കെ സെയിം തന്നെ. ഒരാളെ നമ്മൾ ത്രെട്ടൺ ചെയ്തൊരു കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരുന്നതിനെ പറയുന്നതാണ് കൊഹഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ആ സെയിം തന്നെയാണ് ഡ്യൂറസിൻ്റെ മീനിങ് വരുന്നത്. ആസ് പെർ ഇംഗ്ലീഷ് ലോ കൊഹഷനെ വിളിക്കുന്നത് ഡ്യൂറസ് ആണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമ്മുടെ 5 ടോപ്പിക്കിൽ ഒന്നാമത്തെ കൊഹഷൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ മറ്റൊരു പേരാണ് ഡ്യൂറസ് ഇംഗ്ലീഷ് ലോ പ്രകാരം എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ടോപ്പിക്കാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇംപ്രോപ്പർ യൂസ് ഓഫ് എനി പവർ പൊസസ്ഡ് ഓവർ ദി മൈൻഡ് ഓഫ് ദി കോൺട്രാക്റ്റിംഗ് പാർട്ടി. ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതാണ് കീ ആയിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ യൂസ് ഓഫ് എനി പവർ, അതായത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ നമ്മൾ ഭീഷണിപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഡൊമിനൻറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാളായിരിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡെഫിനേഷൻ, ജസ്റ്റ് നിർബന്ധമായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരാൾ ഡൊമിനൻറ്റ് പൊസിഷനിലും ഒരാൾ ലോവർ ലെവലിലും ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിൻസിപ്പളും ടീച്ചറും. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള ഒരാളാണ്, ഡൊമിനൻറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. ദെൻ അതേപോലെ തന്നെ ടീച്ചറും. ഇപ്പോൾ പ്രിൻസിപ്പൾ ടീച്ചർ അടുത്ത് പറയുകയാണ്, അതായത് ആ ഒരു കുട്ടീനെ, എക്സാം എഴുതാത്ത ഒരു കുട്ടീനെ ജയിപ്പിക്കണം. നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ എക്സാം എഴുതാതെ ആ കുട്ടിയെ ജയിപ്പിക്കണമെന്ന് ടീച്ചറിനോട് പറയാണ്. ഇല്ലെങ്കിൽ ടീച്ചറുടെ ജോലി കളയും എന്ന് പ്രിൻസിപ്പളാണ് പറയുക. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ ആ ഒരു പവർ, ജോലി കളയാൻ പ്രിൻസിപ്പളിന് അധികാരമുണ്ട് അല്ലേ, പ്രിൻസിപ്പളിന് അതിന് കഴിയും. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പളിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ടീച്ചറിന് ഇവിടെ ത്രെട്ടൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഡൊമിനൻറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ, 2 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഡൊമിനൻറ്റ് പൊസിഷനിലായിരിക്കും. അപ്പോൾ ആ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട്, പവർ ഉപയോഗിച്ചുകൊണ്ട് ത്രെട്ടൺ ചെയ്തൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വെൻ വൺ പാർട്ടി ഈസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദി അതർ. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിന് കുറച്ച് പോയിന്റ്സ് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ഹി ഹോൾഡ്സ് എ റിയൽ ഓർ അപ്പാരൻറ്റ് അതോറിറ്റി ഓവർ ദി അതർ. ഒരാളുടെ മേലെ മറ്റൊരാൾക്ക് ഒരു അതോറിറ്റി ഉണ്ടായിരിക്കണം. മാനേജർ, വർക്കർ, അതൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. ദെൻ വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹി സ്റ്റാൻഡ്സ് ഇൻ എ ഫിഡ്യൂഷ്യറി റിലേഷൻ ടു ദി അതർ. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാരൻറ്റും ചൈൽഡും അവർ തമ്മിലൊരു ബന്ധം ഉണ്ടല്ലോ, ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരാൾ പക്ഷേ ഇവിടെ എന്താണ് ഒരു ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. പാരൻറ്റും ചൈൽഡിൻ്റെ കേസിൽ പാരൻറ്റിനെ നമുക്ക് പറയാം ഡൊമിനൻറ്റ് പൊസിഷനിലുള്ള ആൾ. പിന്നെ അതേപോലെ തന്നെ ഒരു എക്സാമ്പിളാണ്, ഇപ്പോൾ ഒരു വയ്യാതെ കിടക്കുന്ന ഒരു അപ്പാപ്പൻ, പിന്നെ ആളുടെ കൊച്ചുമോനുണ്ട്. അപ്പം നമ്മളിവിടെ ഡൊമിനൻറ്റ് പൊസിഷൻ ആരായിട്ടായിരിക്കും നമ്മൾ വിചാരിക്കുക? ഏറ്റവും വയസ്സ് കൂടിയ ആൾ, അപ്പാപ്പൻ എന്നുള്ള രീതിക്കായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല. ഇവിടുത്തെ കേസിൽ ആ അപ്പാപ്പനെ നോക്കാൻ നിൽക്കുന്ന കൊച്ചുമോനാണ് ഡൊമിനൻറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പാപ്പനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആൾ കിടപ്പിലല്ലേ. അപ്പം അതുകൊണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് കൊച്ചുമോനായതുകൊണ്ട് ആളെയാണ് നമ്മൾ ഡൊമിനൻറ്റ് പൊസിഷനിലുള്ള ആളായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെയും സിറ്റുവേഷൻ ഉണ്ടെന്ന്. അതായത് ചില ആളുകൾ മെൻ്റൽ കപ്പാസിറ്റി ടെമ്പററിലി അല്ലെങ്കിൽ പെർമനൻ്റ്ലി എന്താ പറയുക മോശമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, അവരുടെ ഏജ് കൊണ്ടോ ഇൽനെസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റൽ ഓർ ബോഡി ഡിസ്ട്രെസ് കൊണ്ടോ ഒക്കെ. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ഈ പറയുന്ന ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഇതേപോലെയുള്ള കൊച്ചുമോനൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ കേസിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 2 ടോപ്പിക്ക് പഠിച്ചു, കൊഹഷനും പഠിച്ചു, അൺഡ്യൂ ഇൻഫ്ലുവൻസും പഠിച്ചു. ഇനി നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് കോൺട്രാക്ട്സ് വിത്ത് പർദ നഷീൻ വുമൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്.
ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. പർദ്ദ നഷിൻ വുമണുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ആ കോൺട്രാക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം ആരാണ് ഈ പർദ്ദ നഷിൻ വുമൺ എന്നുള്ളത് നമുക്ക് നോക്കണം. അതായത് ഷീസ് എ ലേഡി ഹു ഈസ് കെപ്റ്റ് അണ്ടർ പർദ്ദ. നമുക്കറിയാം പർദ്ദ ധരിച്ച് നടക്കുന്ന സ്ത്രീകളെയാണ് നമ്മൾ പറയുന്നത്. അത് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ഉമ്മമാരും ഒക്കെ ഇടയ്ക്ക് പുറത്തൊക്കെ പോകുമ്പോൾ പർദ്ദ ധരിക്കാറുണ്ട്. ഇതങ്ങനെയല്ല, ഫുൾ ടൈം, അതായത് അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഫുൾ പർദ്ദ ധരിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടായിരിക്കും എപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവർ പുറം ലോകമായിട്ട് അധികം കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുക, കോൺട്രാക്റ്റിൻ്റെ റൂൾസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തെങ്കിലും കാര്യം പറയാൻ മറച്ചു വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എപ്പോഴും കോർട്ട് ആരുടെ കൂടിയേ നിൽക്കുള്ളൂ? ഈ പർദ്ദ നഷിൻ വുമൻ്റെ കൂടെയാണ് നിൽക്കുള്ളൂ. കാരണം ഒന്നാമതേ അവർ അധികം പുറം ലോകമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകൾ ആ കോൺട്രാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ കോൺട്രാക്റ്റിൽ കൂടെ നിൽക്കുക, നമ്മുടെ കോർട്ട് കൂടെ നിൽക്കുക. ആരുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക? ഈ പർദ്ദ നഷിൻ വുമൻ്റെ കൂടെ ആയിരിക്കും കോടതി നിൽക്കുന്നുണ്ടായിരിക്കുക. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദ പേഴ്സൺ എൻറ്ററിങ് ഇൻ ടു ദ കോൺട്രാക്ട് മസ്റ്റ് പ്രൂവ് ദാറ്റ് നോ അൺഡു ഇൻഫ്ലുവൻസ് വാസ് എക്സസൈസ്ഡ് ആൻഡ് ദാറ്റ് ദ ടേംസ് വേർ ഫുള്ളി എക്സ്പ്ലെയിൻഡ്, അണ്ടർസ്റ്റുഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ ബൈ ദ വുമൺ വിത്ത് ഇൻഡിപെൻഡൻറ്റ് അഡ്വൈസ് എന്നാണ് പറയുന്നത്. അതായത് അവരുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ കൊഹഷനോ അൺഡ്യൂ ഇൻഫ്ലുവൻസോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് ഉറപ്പുവരുത്തേണ്ടത്. ദെൻ അത് മാത്രമല്ല, അവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വേർ ഫുള്ളി എക്സ്പ്ലെയിൻഡ്, അണ്ടർസ്റ്റുഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ ബൈ ദ വുമൺ വിത്ത് ഇൻഡിപെൻഡൻറ്റ് അഡ്വൈസ്. അവരുടെ പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോട് കൂടിയിട്ടായിരിക്കണം അവർക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. സോ courts require clear evidence to ensure her consent was freely given. ആ പർദ്ദ നഷിൻ വുമൻ്റെ എന്താ പറയുക, കൺസെൻറ്റ് വളരെയധികം ഫ്രീ ആണ്, അല്ലെങ്കിൽ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ആയിരിക്കുന്നത് എന്നുള്ളത് കോർട്ടിന് ബോധ്യപ്പെടുകയും വേണം. അപ്പോൾ ഇവിടെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സ്ത്രീകളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ കൊഹഷനോ നേരത്തെ പറഞ്ഞ അൺഡ്യൂ ഇൻഫ്ലുവൻസോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെക്കുറിച്ച് മാത്രം നമുക്ക് 2 മാർക്കിനോ ഷോർട്ട് എസ്സേക്കോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കൊഹഷൻ എന്താണെന്നൊരു 2 ലൈൻസിൽ എഴുതുക, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് ഒരു 2 ലൈൻസിൽ എഴുതുക, എന്നിട്ട് ഈ പറഞ്ഞ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഇവിടെ കൊഹഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു, കൊഹഷൻ എന്ന് പറയുന്നത് അവിടെ ഒരാളെ ത്രെട്ടൻ ചെയ്തോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തോ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ കൊഹഷൻ എന്ന് പറഞ്ഞത്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഡൊമിനൻറ്റ് പൊസിഷൻ ഉപയോഗിച്ചാണ് ഒരാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നത്. ഇനി കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഫിസിക്കൽ പ്രഷർ ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു കൈയും കാലും തല്ലി പിടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ പ്രഷർ അവിടെ ഉണ്ടാവും. പക്ഷേ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഫിസിക്കൽ പ്രഷർ അല്ല, മെൻ്റൽ പ്രഷറാണ്. ജോലി കളയും, നിന്നെ പിരിച്ചുവിടും, അങ്ങനെയൊക്കെ പറഞ്ഞ് മെൻ്റൽ പ്രഷറാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, കൊഹഷൻ്റെ കേസിൽ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നത് മേ കം ഫ്രം എ തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് വേണമെങ്കിലും എന്ത് വരാം? പ്രഷർ വരാം. അതായത് ഇപ്പോൾ ഞാൻ അപ്പൂന് എൻ്റെ കാറ് വിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു ആളെ വിട്ടിട്ടാണ് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ് ഞാൻ, എന്നിട്ട് ആളെ വിട്ടിട്ടാണ് ഞാൻ അപ്പൂൻ്റെ കൈയും കാലും തല്ലി ഒടിക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു തേർഡ് പാർട്ടീനെ വിട്ടിട്ടാണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? കൊഹഷൻ്റെ കേസിൽ ഭീഷണിപ്പെടുത്താം. പക്ഷെ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഒരു ഡൊമിനൻറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാളുണ്ട് അല്ല, ഇപ്പോൾ പ്രിൻസിപ്പളും ടീച്ചറാണെങ്കിൽ പ്രിൻസിപ്പളിന് തന്നെ അവിടെ പറയാനുള്ള അധികാരമുള്ളൂ. വേറൊരാളും തേർഡ് പാർട്ടിയും അതിൽ വരാനായിട്ട് പറ്റില്ല. ഇനി കൊഹഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ ആക്റ്റാണ്. പക്ഷെ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഒരു ക്രിമിനൽ ആക്ട് ഒന്നുമില്ല, ജോലി കളയും എന്നൊക്കെയല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ അതൊരിക്കലും ഒരു ക്രിമിനൽ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ കൊഹഷൻ്റെ കേസിൽ പാർട്ടീസ് തമ്മിൽ യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല നമുക്ക്. പക്ഷേ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ കേസിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, ലൈക്ക് പാരൻറ് സൺ, ടീച്ചർ സ്റ്റുഡൻറ്റ്, പ്രിൻസിപ്പൽ ടീച്ചർ, വർക്കറും അതേപോലെ തന്നെ മാനേജറും, അങ്ങനെ എന്തെങ്കിലും റിലേഷൻ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ കേസിലുണ്ടാവും. സോ ഇത്രയുമാണ് ഈ ഏരിയയിൽ വരുന്നത്.
അപ്പം നമ്മൾ 2 ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പർദാനഷൻ വുമണിനെ കുറിച്ച് പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന 3ാമത്തെ ടേമാണ് ഫ്രോഡ്. ഫ്രോഡ് മീൻസ് intentional or willful representation of fact when a wrong representation is made by a party with the intention to deceive the other party or to cause him to enter into a contract. അതായത് ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക, അല്ലെ? അതായത് ചതിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തന്നെ ആളെ നമ്മൾ ചതിക്കുകയാണ്. ശരിയായിട്ടുള്ളൊരു സംഭവം മറച്ചു വെച്ച് അത് തെറ്റായിട്ട് നമ്മൾ പ്രചരിപ്പിച്ച് മറച്ചു വെക്കുന്നതിനെയും ചതിക്കുന്നതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എനിക്ക് ഒരു എന്താ പറയുക, ആടിനെ വിൽക്കാനുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആടിനെ വിൽക്കാനുണ്ട്. ആ ആടാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ഒരു ആടാണ്, അങ്ങനെ പാലൊന്നും അധികം തരാത്ത ഒരു ആടാണ്. പക്ഷെ ഞാനിത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരാൾക്ക് വിൽക്കുകയാണ്. ദേ നല്ല ആടാണ്, പെർഫെക്റ്റ് ആണ്, ദിവസവും ഇത്ര ലിറ്റർ പാലൊക്കെ തരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറ്റിച്ച ആളെ ചതിക്കുകയാണ് ചെയ്യുന്നത്. പൈസ വാങ്ങി ഞാൻ പിന്നെ മുങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രോഡിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് മറ്റൊരാൾ ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി നടത്തുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയാം. അവിടെ അത് കൃത്യമായിട്ടും ശരിയായിട്ടുള്ളൊരു കാര്യം, ഒരു ഫാക്ട്, ശരിയായിട്ടുള്ളൊരു കാര്യത്തെ മറച്ചു വെച്ച് ഫോൾസ് ആണ് എന്ന് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ദർ മസ്റ്റ് ബി ആക്റ്റീവ് ഓർ വിൽഫുൾ കൺസീൽമെന്റ് ഓഫ് എ ഫാക്ട്, പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് ഇന്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. അതായത് ഇവിടെ ഒരു പ്രോമിസ് നമ്മൾ മുന്നോട്ടേക്ക് വെക്കുകയാണ്. അതായത് നമ്മൾ ആടിനെ വിൽക്കുകയാണ്, ഇത്ര ലിറ്റർ പാലൊക്കെ തരുന്ന ഒരാടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ ആളിത് വാങ്ങിച്ചുകൊണ്ട് പോകണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ച് കള്ളത്തരങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി ചതിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം. അത് തന്നെ വേറെ വേറെ രീതിയിൽ പോയിന്റ്സ് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. യെസ്, പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്. ആ പാർട്ടിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം, ഓപ്പോസിറ്റ് പാർട്ടി. ഇപ്പോൾ ആടിനെ വാങ്ങിച്ചുകൊണ്ട് പോയി, പൈസ എനിക്ക് തന്നു, ഞാൻ ആ പൈസയും കൊണ്ട് മുങ്ങി. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് കിട്ടിയ ആട് എന്ന് പറയുന്നത് ഒരുപാട് അസുഖങ്ങളുള്ള പാല് തരാത്തൊരാടാണ്. അപ്പോൾ ആൾ അതിൽ നിന്ന് നഷ്ടം അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലാണ് ഇതിനെ നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ 3ാമത്തെ ടോപ്പിക്ക്. ഇനി 4ാമത്തെ ടോപ്പിക്കാണ് മിസ്റെപ്രസെൻറ്റേഷൻ. മിസ്റെപ്രസെൻറ്റേഷൻ നമ്മുടെ ഫ്രോഡ് പോലെ തന്നെയാണ്. എ ഫോൾസ് റെപ്രസെൻറ്റേഷൻ. ആദ്യം നമ്മുടെ ഫ്രോഡിൻ്റെ കേസ് പറയാണ്. ഫ്രോഡിൻ്റെ കേസ് എന്തായിരുന്നു? ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം അതിൻ്റെ ഇൻറ്റൻഷൻ എന്താ? നമ്മുടെ ഇൻറ്റൻഷൻ എന്താ? ഓപ്പോസിറ്റ് പാർട്ടീനെ ചതിക്കുക എന്നുള്ള ലക്ഷ്യം. അതിനു വേണ്ടി നമ്മൾ തെറ്റായിട്ടുള്ള കാര്യം മീൻസ് മറച്ചു വെച്ചുകൊണ്ട്, ആ ഒരു ആടിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആടിനെ വിൽക്കുന്നത്. തീർച്ചയായിട്ടും ആളെ ചതിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതായിരുന്നു ഫ്രോഡ്. പക്ഷെ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ഫാക്ട് മെറ്റീരിയൽ ടു എ കോൺട്രാക്റ്റ് ആണ്. അതായത് ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിച്ചു പോകുന്നതിനെയാണ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുക. അതായത് ഇപ്പം എൻ്റെ ബ്രദർ എനിക്കൊരു ഫോൺ തന്നു. അപ്പോൾ ആ ആൾ എനിക്ക് ഫോൺ തരുന്ന സമയത്ത് ആ ഫോൺ കുറച്ച് തവണ കംപ്ലയിൻസ് ഒക്കെ വന്നിട്ടുള്ള ഫോണായിരുന്നു. പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു. ബ്രദർ എനിക്ക് ആ ഫോൺ തന്നപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു. പക്ഷെ ആക്ച്വലി ആ ഫോൺ പൊട്ട ഫോണായിരുന്നു. അങ്ങനെ ഞാനിത് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ വേറൊരാൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിൽക്കുന്ന സമയത്ത് ഞാൻ ആളോട് പറയാണ്, ഇതിന് കംപ്ലയിൻസ് ഒന്നുമില്ല, എൻ്റെ അറിവിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഫോണാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിൽക്കുന്നത്. കാരണം എനിക്കറിയില്ലല്ലോ കംപ്ലയിൻസ് ഉള്ള, ഇതിന് ബ്രദറാണ് മുന്നേ യൂസ് ചെയ്തിരുന്നത്, അപ്പോൾ ഇതിന് കംപ്ലയിൻസ് ഉണ്ടോ, നിലത്ത് വീണിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഞാൻ ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാണ്, ഇങ്ങനൊരു ഫോൺ വിൽക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല, നിലത്തൊന്നും വീണിട്ടില്ല, കംപ്ലയിൻസ് ഇല്ല എന്ന് പറയാണ്. അതിനുശേഷം 2 ദിവസത്തിന് ശേഷമാണ് ആൾ ഈ ഫോണും കൊണ്ടുവരുന്നത്. ഇതിന് ഇത്രയും കംപ്ലയിൻസ് ഉണ്ട്, നിലത്ത് വീണിട്ട് കവർ തുറന്ന സമയത്ത്, ഫോണിൻ്റെ കേസ് തുറന്ന സമയത്ത് പൊട്ടലും ചിന്നലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു, എൻ്റെ ബ്രദർ തന്ന ഫോണാണ്. അപ്പോൾ ഈ സിറ്റുവേഷനെയാണ് നമ്മൾ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുക. ഇതിൽ എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഓണസ്റ്റ്ലി ബിലീവ്സ് ടു ബി ട്രൂ ഓർ വിച്ച് ഹി ഡസ് നോട്ട് നോ ടു ബി ഫോൾസ്. എനിക്കിത് തെറ്റാണെന്നുള്ളൊരു കാര്യം അറിയില്ലായിരുന്നു. അതായത് ആ ഫോണിന് കംപ്ലയിൻസ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതാണ് മിസ്റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ
റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി മെയ്ഡ് ഇന്നസെൻ്റ്ലി. നമുക്ക് ഈ കേസിൽ ഞാൻ നിഷ്കളങ്കതയാണെന്ന് പറയില്ലേ നമ്മൾ, ഇന്നസെൻ്റ് ആണ് ഈ കേസിൽ, എനിക്ക് അറിയില്ലായിരുന്നു, അത്തരം സിറ്റുവേഷനെയാണ് നമ്മൾ മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് മിസ്റ്റേക്സ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ, പിഴവുകളൊക്കെ ആ കോൺട്രാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മിസ്റ്റേക്സ് എന്ന് പറയുക. അപ്പോൾ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും നമുക്ക് കൺസെൻറ്റ് ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ആ ഒരു കോൺട്രാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇൻവാലിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള മിസ്റ്റേക്കുകളാണ് ഇനി നോക്കാനായിട്ടുള്ളത്. മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ജനറലി ഡിവൈഡഡ് ഇൻ ടു ലൈക്ക് മിസ്റ്റേക്ക് ഓഫ് ലോ ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. മിസ്റ്റേക്ക് ഓഫ് ലോ എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ, മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. അതേപോലെ തന്നെ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും രണ്ടെണ്ണാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബൈലാറ്ററൽ മിസ്റ്റേക്കും യൂണിലാറ്ററൽ മിസ്റ്റേക്കും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം ഇതിൽ നമ്മൾ മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് നമ്മൾ അത്രയും പ്യുവറായിട്ട് കാണുന്നതാണ് ഇന്ത്യൻ ഫ്ലാഗ്. അപ്പോൾ ഒരാൾ ഇന്ത്യൻ ഫ്ലാഗ് ചവിട്ടി അതിൽ അഴുക്കൊക്കെ ആക്കി അത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ആൾ പറയാണ്, അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പം ഇത്തരം കേസിൽ ഒരിക്കലും കോർട്ട് ആൾക്ക് എന്ത് കൊടുക്കില്ല, എക്സ്ക്യൂസ് കൊടുക്കില്ല. കാരണം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിർബന്ധമായിട്ടും അറിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലും എക്സ്ക്യൂസ് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരമുള്ള കാര്യങ്ങൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിക്ക് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ടാവണം. അതറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു എക്സ്ക്യൂസും തരില്ല. അതേപോലെ തന്നെ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിലൊക്കെ മറിഞ്ഞൊക്കെ നിന്നിട്ട് സ്റ്റുഡൻസിന് ഡ്രഗ്സ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് ഞാൻ പറയാണ് എനിക്കത് അറിയില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എക്സ്ക്യൂസ് കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ്. നമുക്ക് ആ നിയമത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസും കിട്ടില്ല. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ. പിന്നീട് ആ കോൺട്രാക്റ്റ് നോട്ട് വോയിഡബിൾ ആയിരിക്കും, അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ, വോയിഡബിൾ ആയിരിക്കും. ഇനി അടുത്തത് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ആണ്. മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോന് നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ദുബായിൽ പോയിട്ട് കുറച്ച് ലാൻഡ് വാങ്ങാണ്, പ്ലോട്ട് ഓഫ് ലാൻഡ് വാങ്ങാണ്. 192 സ്ക്വയർ ഫീറ്റ് ഉള്ള ലാൻഡാണ് അവിടെ വാങ്ങുന്നത്. അപ്പോൾ ബി എന്നുള്ള വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് ആ ലാൻഡ് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ എ അത് വാങ്ങുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ഒരു വീട് വെക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ബിയുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ 192 സ്ക്വയർ ഫീറ്റ് ഉള്ള ലാൻഡ് ആൾ വാങ്ങുന്നത്. പക്ഷേ ദുബായിൽ ആക്ച്വലി നമുക്കൊരു വീട് പണിയണം എന്നുണ്ടെങ്കിൽ 200 സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിൽ നമുക്ക് പണിയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇയാൾ വാങ്ങിച്ചിരിക്കുന്ന പ്ലോട്ട് 192 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ദുബായിൽ 200 സ്ക്വയർ ഫീറ്റെങ്കിലും ആ ഒരു മീറ്ററിൽ സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വീട് പണിയാൻ പറ്റില്ല. പക്ഷെ ഇത് ഈ വാങ്ങിച്ച എക്ക് അറിയില്ലായിരുന്നു, മനസ്സിലായോ? പക്ഷെ ഇവിടെ പറയുന്നത് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോൻ്റെ കേസിൽ പറയുന്നത് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ഈസ് എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. എ പേഴ്സൺ ഈസ് സപ്പോസ് ടു നോ ദ ലോ ഓഫ് ഹിസ് കൺട്രി ബട്ട് ഹി കൻ നോട്ട് എക്സ്പെക്റ്റഡ് ടു നോ ദ ലോസ് ഓഫ് അതർ കൺട്രീസ്. ശരിയാണ്, നമുക്ക് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളെക്കുറിച്ച് അറിയാം, പക്ഷെ ഒരു രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് അറിയണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പക്ഷേ എന്താണ്, അവിടെ പോയിട്ട് ഇതേപോലെ അറിയില്ല, എനിക്കിങ്ങനെ ഒരു നിയമം ഉണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒന്നും നമുക്ക് എക്സ്ക്യൂസ് കിട്ടില്ല. നമ്മൾ വേറൊരു രാജ്യത്ത് പോവുകയാണെങ്കിൽ അവിടുത്തെ നിയമങ്ങളും നമ്മൾ പാലിക്കണം, മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ കോൺട്രാക്റ്റ് എന്തായി, വോയിഡായി. നമുക്ക് അവിടെ വീട് പണിയാൻ പറ്റില്ല, എനിക്ക് അവിടെ അറിയില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ദുബായിൽ പോയി, അവിടുത്തെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം, അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ചെയ്യണം. അതറിയില്ലായിരുന്നു, നമ്മൾ ഇന്ത്യൻ ആണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു എക്സ്ക്യൂസ് അവിടെ നിന്ന് കിട്ടില്ല. അപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് എക്സ്ക്യൂസ് കിട്ടില്ല, ഫോറിനിൽ പോയാലും എക്സ്ക്യൂസ് കിട്ടില്ല. അതാണ് അവിടെ ചുരുക്കി പറയുന്നത്. ഇനി അടുത്ത എന്താ പറയുക, മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ബൈലാറ്ററലും യൂണിലാറ്ററും ആണ്. അത് നിങ്ങൾക്ക് എന്താ പറയുക, മുന്നേ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ കേസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ബൈലാറ്ററലും യൂണിലാറ്ററും. ബൈലാറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടീസിൻ്റെ ഭാഗത്തുനിന്നും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുക.
മ്യൂച്വൽ ആയിരിക്കും, രണ്ടുപേരെ ഭാഗത്തുനിന്നും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അത് സബ്ജക്റ്റ് മാറ്ററിൻ്റെ കേസിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവാം, ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട്, ടൈറ്റിൽ, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്രൈസ്, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മിസ്റ്റേക്ക് വരുന്നതിനെയാണ് നമ്മൾ ബൈലാറ്ററൽ മിസ്റ്റേക്സ് എന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറയാണ് ഒരു 2 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ അമ്പിളി മാമനെ പിടിച്ചു തരാമെന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്കറിയാം എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്നുള്ളത്, എന്നിട്ടും പൊട്ടത്തരം കാണിച്ച് നിങ്ങൾ എനിക്ക് പൈസ തരുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി രണ്ടുപേരെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇല്ലേ? പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, നമുക്കത് ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങളുടെ മരിച്ചുപോയ അപ്പൂപ്പനെ ജീവിപ്പിച്ച് തരാം, അല്ലേ, ആ ജീവനോടെ കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ പൈസ വാങ്ങുകയാണ്. നിങ്ങൾക്കറിയാം അത് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് അവിടെ ഇല്ല, എന്നിട്ടും നിങ്ങൾ പൈസ തരുന്നു, ഞാനത് ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഇവിടെ മിസ്റ്റേക്ക് വന്നേക്കാണ്. സോ ഇതിനെയാണ് നമ്മൾ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയാം. ഇനി ഇവിടെ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട്, അതാണ് സാധാരണ രീതിയിലുള്ള മിസ്റ്റേക്ക്. ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് വരുന്നതിനെയാണ് നമ്മൾ യൂണിലാറ്ററൽ മിസ്റ്റേക്ക്, യൂണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, അപ്പോൾ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സിക്സ്ത് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ 5 ടോപ്പിക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കൊഹഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്. ഈ 5ഉം കൃത്യമായിട്ട് തന്നെ പഠിക്കുക. മിസ്റ്റേക്കിലാണ് കുറച്ച് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്, ബാക്കിയൊക്കെ എന്താണ് എന്നുള്ളതും, പിന്നെ കൊഹഷൻ്റെ മറ്റൊരു പേര് എന്താണ്, ഡ്യൂറസ് എന്നുള്ളതൊക്കെ പഠിക്കുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഏത് വേണമെങ്കിലും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഫ്രോഡും മിസ്റെപ്രസെൻറ്റേഷനും, കൊഹഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും, അങ്ങനെയും നമുക്ക് എക്സാമിന് ചോദിക്കാം. സോ ഇത്രയാണ് നമ്മുടെ 6th ചാപ്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് എടുക്കുന്നതൊക്കെ ക്ലിയർ ആണോ, മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.